CMR എക്സാലോജിക് മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇന്ന് ഹാജരാവാൻ സാധ്യതയില്ല. രേഖകൾ അഭിഭാഷകൻ വഴി ഹാജരാക്കാമെന്നാണ് വീണ അറിയിച്ചത്. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ 8 പേരും വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കാരണങ്ങളാണ് ഇന്ന് ഹാജരാകാനാവില്ല എന്നതിന് വീണ കാണിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ 9 പേർക്കായിരുന്നല്ലോ നോട്ടീസ് ലഭിച്ചിരുന്നത്. ബാക്കിയുള്ളവർ ഇന്ന് ഹാജരാകുമോ? കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് വീണ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചത്. തനിക്ക് 9-ാം തീയതി ഈ CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവില്ല. ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, പനിയടക്കമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിന്ന് ഒഴിവാക്കി മറ്റൊരു ദിവസം നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യത്തിൽ മറുപടി ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നാണ് സമൻസിന്റെ കാലാവധി തീരുന്നത്. സ്വാഭാവികമായി ആദ്യ സമൻസിൽ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആളുകൾ എത്തിയില്ല എങ്കിൽ വീണ്ടും ഒരു സമൻസ് അയക്കുകയാണ് പതിവ്. അത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ രേഖകൾ, അതായത് എക്സാലോജിക്കിന്റെയും അതോടൊപ്പം CMR തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അഭിഭാഷക മുഖേന ഹാജരാക്കാമെന്ന് വീണ അറിയിച്ചിട്ടുണ്ട്. അതിലും ED ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ നേരിട്ട് തന്നെ ഹാജരാക്കാൻ മതിയെന്ന തീരുമാനത്തിലേക്കായിരിക്കും ED പോകുക. വീണയ്ക്ക് പുറമെ തന്നെ ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഉടമയുടെ മകനടക്കമുള്ള ആളുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടായി. വീണയിൽ നിന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ച ശേഷം മറ്റുള്ള ആളുകളെ വിളിച്ചു വരുത്താമെന്ന തീരുമാനത്തിലാണ് നിലവിൽ ED ഉള്ളത്. അതുകൊണ്ട് തന്നെ വീണയുടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ശശിധരൻ കർത്ത, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. വളരെ കാര്യക്ഷമമായി തന്നെ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ED മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം ചെയ്യൽ അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ തന്നെയായിരിക്കും. അത് ഇന്നല്ല എങ്കിൽ അടുത്ത തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുക. ക്രിസ്റ്റീന, ശരി, എന്തായാലും ED ഊർജ്ജസ്വലമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ, പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.